നമസ്കാരം. മൂന്നാം കണ്ണ് ന്യൂസിലേക്ക് സ്വാഗതം. പല സവിശേഷതകൾ കൊണ്ടും ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ടും വ്യത്യസ്തമായൊരു കാഴ്ച സമ്മാനിക്കുകയാണ് കൊട്ടിയൂരിലെ വൈശാഖ മഹോത്സവം. പ്രകൃതി തന്നെ ഈശ്വരനെന്ന് സമർത്ഥിക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ ആരാധനാ സമ്പ്രദായം. കണ്ണൂർ ജില്ലയുടെ മലയോര ഗ്രാമത്തിൽ പച്ചപ്പണിഞ്ഞു നിൽക്കുന്ന പ്രകൃതി ഭംഗിയിൽ പ്രകൃതിയിൽ അലിഞ്ഞു ചേർന്നുള്ള മഹോത്സവമാണ് കൊട്ടിയൂർ വൈശാഖോത്സവം. പ്രകൃതീശ്വരി മൂകസാക്ഷിയായി നിലകൊണ്ട വയനാടൻ മലമുകളിൽ നിന്ന് വനാന്തരങ്ങളിലൂടെ ചുരമിറങ്ങിയൊഴുകി വരുന്ന ഭാവലിപ്പുഴയുടെ മടിത്തട്ടിൽ ഒരു മാസത്തെ മഹോത്സവം ഗംഭീരമായി ആഘോഷിക്കുന്നു. കണ്ണൂരിൽ നിന്നും കാസർഗോഡ് നിന്നും തളിപ്പറമ്പ് വഴി കൊട്ടിയൂരിലെത്താം. ധാരാളം ബസ്സുകൾ ഈ റൂട്ടിലുണ്ട്. പാൽച്ചുരം വഴി വയനാട്ടിലേക്കുള്ള വഴിയും ഇതിലൂടെയാണ്. കൊട്ടിയൂരിൽ 2 ക്ഷേത്രങ്ങൾ കാണാം. പ്രധാന റോഡിൽ നിന്ന് കാണാവുന്ന ദൂരത്തിൽ തെക്ക് ഭാഗത്തായി ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രവും മറുവശത്ത് വടക്കു ഭാഗത്തായി ഭാവലിപ്പുഴയ്ക്ക് അക്കരെയുള്ള അക്കരെ കൊട്ടിയൂർ ക്ഷേത്രവും. ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രം നിത്യപൂജയുള്ള മഹാദേവ ക്ഷേത്രമാണ്. അക്കരെ കൊട്ടിയൂരിൽ വൈശാഖ മാസം 28 ദിവസം നീളുന്ന വൈശാഖ മഹോത്സവ സമയത്ത് മാത്രമാണ് പ്രവേശനം. ഈ സമയത്ത് ഇക്കരെ കൊട്ടിയൂരിൽ പൂജകളില്ല. ഇക്കരെ കൊട്ടിയൂരിൽ നിന്ന് നടന്നു പോകാവുന്ന ദൂരത്തിലാണ് അക്കരെ കൊട്ടിയൂർ ക്ഷേത്രമുള്ളത്. നടന്നു പോകുമ്പോൾ 2 വഴിയായി പിരിഞ്ഞൊഴുകുന്ന ഭാവലിപ്പുഴ കടന്നു വേണം അക്കരെ കൊട്ടിയൂരിലെത്താൻ. തണൽ വിരിച്ചു നിൽക്കുന്ന വൻമരങ്ങളും ശാന്തമായി ഒഴുകുന്ന ഭാവലിപ്പുഴയും വടക്കു ഭാഗത്തുള്ള നിബിഡ വനങ്ങളും മലനിരകളും അതിമനോഹര ദൃശ്യങ്ങളാണ് സമ്മാനിക്കുന്നത്. നല്ല തണുപ്പും ഇളം കാറ്റും തെളിമയാർന്ന പുഴവെള്ളവും മറ്റൊരനുഭൂതി പകർന്നേക്കാം. ഉത്സവ നാളുകളിൽ നല്ല തിരക്ക് കാണാം. വിശാലമായ ക്ഷേത്രഭൂമിയിൽ മണിക്കൂറുകളോളം വിശ്രമിക്കുന്നവരുമുണ്ട്. ഭാവലിപ്പുഴയിൽ കുളിച്ചാണ് അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ പ്രവേശിക്കേണ്ടത്. ക്ഷേത്രപ്രവേശനത്തിന് ക്യൂ കാണാം. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് തികച്ചും ഭിന്നമാണ് ഇവിടത്തെ ക്ഷേത്രവും ആചാരാനുഷ്ഠാനങ്ങളും. വൈശാഖം 1 ഉത്സവ സംബന്ധമായ കാര്യങ്ങൾ ചർച്ചകൾ നടത്താനായി ഇക്കരെ കൊട്ടിയൂരിൽ പ്രാക്കൂഴം എന്ന ചടങ്ങ് നടത്തിയാണ് ഉത്സവം തുടക്കം കുറിക്കുന്നത്. നെയ്യാട്ടത്തോടുകൂടി ആരംഭിച്ച് തൃക്കലാശട്ടത്തിൽ അവസാനിക്കുന്ന വിധത്തിലാണ് ഉത്സവം. നമ്പൂതിരിയും നായരും കീഴാളനും പണിയാനും ആശാരിക്കും ആദിവാസിക്കും കൊല്ലനും ഒരുപോലെ പ്രാധാന്യമുള്ള ക്ഷേത്രമാണ് കൊട്ടിയൂർ. പലർക്കും ഉത്സവ സംബന്ധമായ പല അവകാശങ്ങളും വീതിച്ചു കൊടുത്തതായി കാണാം. കാടുകളിൽ നിന്നും ലഭിക്കുന്ന പനയോലകളും മറ്റു വസ്തുക്കളുമായുണ്ടാക്കിയ താൽക്കാലിക പർണശാലകളും കുടിലുകളുമായുള്ള ക്ഷേത്രമാണത്. ഉത്സവം കഴിയുന്നതോടുകൂടി അവ നശിപ്പിക്കും. ഭാവലിപ്പുഴയിലെ മണലും വെള്ളാരം കല്ലുകളും കൊണ്ടുണ്ടാക്കിയ മണിത്തറയും മഹാദേവന്റെ ശക്തി ചൈതന്യം കുടികൊള്ളുന്ന സ്വയംഭൂലിംഗവും തൊട്ടടുത്തു തന്നെ ഓലക്കുട ചൂടിയ ശ്രീ പാർവതി പ്രതിഷ്ഠയുള്ള അമ്മാറക്കല്ലും ക്ഷേത്രത്തിലെ പ്രധാന കാഴ്ചകളാണ്. ഭാവലിപ്പുഴയിൽ നിന്നെത്തുന്ന വെള്ളം തിരുവഞ്ചിറ എന്ന ക്ഷേത്ര പരിസരമാക്കി വ്യാപിച്ച് ക്ഷേത്രകുളമായി മാറുന്നു. പിന്നീട് ഈ വെള്ളമൊഴുകി ഭാവലിപ്പുഴയിൽ ചേരുന്നു. മുട്ടോളമുള്ള വെള്ളത്തിലൂടെയാണ് ക്ഷേത്ര പ്രദക്ഷിണം നടത്തേണ്ടത്. പൊന്നിൻ ശിവേലിയും വിവിധ ആരാധനകളും സവിശേഷ കാഴ്ചകളാണ്. അതിൽ ആലിംഗന പുഷ്പാഞ്ജലി ശ്രേഷ്ഠമാണ്. ഇളനീർ, നെയ്യ്, ജലം, അഭിഷേകങ്ങളും പ്രസിദ്ധമാണ്. അവസാനം തൃക്കലശാട്ടം നടത്തി ചോതിവിളക്ക് തെളിയുന്നതോടെ ഉത്സവ സമാപ്തി. പിന്നീട് അടുത്ത വൈശാഖം വരേക്കും ഭഗവാൻ വിശ്രമിക്കുന്നുവെന്നും ഐതിഹ്യം. ക്ഷേത്രത്തിന്റെ ചുറ്റും ക്ഷേത്രത്തിലെ ആചാരവുമായി ബന്ധപ്പെട്ട കുടിലുകൾ കാണാം. ഇവയും ഉത്സവശേഷം നശിപ്പിക്കും. എഴുന്നള്ളത്തിനു കൊണ്ടുവന്ന ആനകളെ ക്ഷേത്ര പരിസരത്ത് കാണാം. തീർത്ഥാടകർക്ക് ഭക്ഷണവും ഒരുക്കിയിട്ടുണ്ട്. ഭാവലിപ്പുഴയിൽ കുളിച്ചിട്ടും നിർത്താതെ വന്ന മഴ നനവ് മാറ്റിയില്ല. ചാറ്റൽ മഴയും തണുപ്പും പല ദേശങ്ങളിൽ നിന്നും വന്ന തീർത്ഥാടകരും വൈവിധ്യമാർന്ന ക്ഷേത്ര കാഴ്ചകളുമാൽ മനസ്സ് ശാന്തതയിൽ ലയിച്ചതുപോലെ തോന്നി. കൊട്ടിയൂരപ്പന്റെ തിരുസന്നിധിയിൽ മറ്റെല്ലാം മറന്ന് പ്രാർത്ഥിക്കുന്നവർ, പല കാഴ്ചകളും പുതുമയോടെയും വിസ്മയത്തോടെയും ദർശിക്കുന്നവർ. വിശ്വാസികളുടെ ഒഴുക്ക് തുടരുകയാണ്. ഐതിഹ്യപ്രകാരം കൊട്ടിയൂർ ദക്ഷ പ്രജാപതിയുടെ യാഗഭൂമി എന്ന് വിശ്വസിക്കുന്നു. ഒരിക്കൽ ദക്ഷൻ മഹായാഗം നടത്തുവാൻ തീരുമാനിക്കുകയും തന്റെ പുത്രി സതീദേവിയുടെ ഭർത്താവായ മഹാദേവനെ ഇഷ്ടമില്ലാതിരുന്നതിനാൽ മഹാദേവൻ ഒഴികെയുള്ള ദേവകളെയെല്ലാം മഹായാഗത്തിൽ പങ്കുകൊള്ളാൻ ക്ഷണിച്ചു. ക്ഷണിച്ചില്ലെങ്കിലും പിതാവ് നടത്തുന്ന യാഗത്തിൽ പങ്കെടുക്കാൻ സതീദേവി എത്തി. എന്നാൽ ദക്ഷൻ സർവരുടെയും മുമ്പിൽ വെച്ച് പുത്രി ഭർത്താവിനെ അപമാനിച്ചു. അതിൽ മനം നൊന്ത് സതീദേവി അഗ്നിയിൽ ആത്മഹൂതി ചെയ്യുകയായിരുന്നു. ഇതറിഞ്ഞ് കോപാഗ്നിയിൽ ജ്വലിച്ച മഹാദേവൻ തന്റെ തിരുജട നിലത്തടിക്കുകയും ജടയിൽ നിന്ന് ദക്ഷനെ വധിക്കാനായി വീരഭദ്രനെ സൃഷ്ടിക്കുകയും ചെയ്തു. യാഗം മുടക്കിയ വീരഭദ്രൻ ദക്ഷന്റെ ശിരസ്സറുത്ത് പ്രതികാരം ചെയ്തു. സംഹാര താണ്ഡവമാടിയ പരമശിവനെ ബ്രഹ്മ, വിഷ്ണു, ദേവന്മാർ സമാധാനിപ്പിക്കുവാൻ ശ്രമം തുടങ്ങി. പിന്നീട് കോപം തണുത്ത ശിവഭഗവാൻ ആടിന്റെ തല ദക്ഷന്റെ ഉടലിൽ യോജിപ്പിച്ച് യാഗപൂർത്തീകരണം നടത്തിയെന്നും വിശ്വാസം. പിന്നീട് ഇവിടെ സ്വയംഭൂലിംഗം പ്രത്യക്ഷപ്പെട്ടെന്നും ഐതിഹ്യം. കൊടും കാടായിരുന്ന ഈ പ്രദേശത്ത് ഒരിക്കൽ കാട്ടിനുള്ളിലെ ഭക്ഷണം ശേഖരിക്കുന്നതിനിടയിൽ കുറിച്ചിയ ആദിവാസി യുവാവ് തന്റെ കത്തിയുടെ മൂർച്ച കൂട്ടാനായി അടുത്ത കണ്ട കല്ലിൽ ഉരച്ചപ്പോൾ കല്ലിൽ നിന്നും രക്തം ചീന്തിയെന്നും ഇതിൽ ഭയന്ന യുവാവ് സമുദായ തലവന്മാരെയും കൂട്ടി പടിഞ്ഞീറ്റ നമ്പൂതിരിയെ വിവരം അറിയിച്ചു.
നമ്പൂതിരി വന്ന് അടുത്തു കണ്ട കൂവളയില പറിച്ചെടുത്ത് ബാവലിപ്പുഴയിലെ ജലം ശേഖരിച്ച് അഭിഷേകം നടത്തിയെന്നും പറയപ്പെടുന്നു. ഇതിന്റെ തുടർച്ചയാണ് ഇന്ന് കാണുന്ന വൈശാഖോത്സവവും ആചാരാനുഷ്ഠാനങ്ങളും എന്ന് കരുതുന്നു. ദേവന്മാർക്കും മനുഷ്യർക്കും ഭൂതഗണങ്ങൾക്കും നിശ്ചിത ദിവസങ്ങളിലായി നടത്തപ്പെടുന്ന ഈ മഹോത്സവം ദക്ഷിണ കാശി എന്ന പേരിൽ അറിയപ്പെടുന്ന കൊട്ടിയൂരിന്റെ മാത്രം സവിശേഷതയാണ്. ശിവനും വിഷ്ണുവും ബ്രഹ്മാവും കൂടിയ സ്ഥലമെന്നർത്ഥത്തിൽ കൊട്ടിയൂർ എന്ന പേര് വന്നതെന്ന് കരുതുന്നു. ഉത്സവ സമയത്ത് കൊട്ടിയൂരിൽ കടകളും സജീവമാണ്. കടകളിൽ വിൽപ്പനയ്ക്ക് വെച്ച ഓടപ്പൂവ് കൊട്ടിയൂരിൽ മാത്രം ലഭിക്കുന്ന ഒന്നാണ്. ദക്ഷന്റെ നരച്ച താടിയെ പ്രതിനിധീകരിക്കുന്ന ഓടപ്പൂവ് മുളയെ ചെകിയെടുത്തുണ്ടാക്കുന്നതാണ്. കാടിന് നടുവിൽ പ്രകൃതിയുടെ താരാട്ടിലേക്ക് ഭക്തിയുടെ നിറവിശുദ്ധിയിൽ ഭഗവാനെ തൊഴുത് സായുജ്യമടയുന്ന ഭക്തജനങ്ങൾ കൊട്ടിയൂരിലെ വൈശാഖോത്സവത്തിലെ നേർക്കാഴ്ചയാണ്. പ്ലാസ്റ്റിക്കോ മറ്റു മാലിന്യങ്ങളോ ഇല്ലാതെ തികച്ചും പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള, പ്രകൃതിയെ അറിഞ്ഞുള്ള, പ്രകൃതി തന്നെ ഈശ്വരനെന്ന് സങ്കല്പിച്ചുകൊണ്ടുള്ള ഒരു തീർത്ഥാടനമാണ് കൊട്ടിയൂർ പെരുമാളിന്റെ വൈശാഖോത്സവം. പേരും പ്രശസ്തിയുമായി കേരളത്തിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമായി ആയിരക്കണക്കിന് ഭക്തരാണ് ഉത്സവകാലത്ത് ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത്. പ്രകൃതി തന്നെ ഈശ്വരൻ എന്ന് സങ്കല്പിച്ച് പ്രകൃതി ആരാധന തന്നെ ഈശ്വരാരാധനയായി കണ്ട് പ്രകൃതി സംരക്ഷണമാണ് ഈശ്വര സേവയെന്നുകൂടി ഇത്തരം മഹോത്സവങ്ങളിലൂടെ ലോകത്തെ അറിയിക്കുകയാണ്. റിപ്പോർട്ട് തയ്യാറാക്കിയത് രാജൻ മുനിയൂർ. അവതരണം ഭാവന ഭീമ്പുങ്കൽ. ന്യൂസ് ഡെസ്ക് മൂന്നാം കണ്ണി ന്യൂസ്.